അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പോസൽ. വിത്ത് വിതരണത്തിന് എന്തൊക്കെ അനുകൂലനങ്ങളാണ് ഉള്ളത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോവിങ് ത്രൂ വാട്ടർ. എങ്ങനെയാണ് നമ്മൾ കോക്കനട്ട് അതായത് തേങ്ങ വെള്ളത്തിലൂടെ പൊങ്ങിക്കിടക്കുന്നത്? എന്ത് അഡാപ്റ്റേഷൻ, എന്ത് അനുകൂലനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ തേങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഈവൻ ഇറ്റ് റിമൈൻസ് ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്. റോട്ട് മീൻസ് കേട് വരിക എന്നാണ് കേട്ടോ. നോട്ട് റോട്ട് എന്ന് പറഞ്ഞാൽ കേട് വരാതിരിക്കുക. അതായത് നമ്മൾ തേങ്ങ കുറച്ച് ദിവസമൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്നാൽ അത് കേട് വരാറില്ല. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ ആസ് ദ ഹസ്ക് ഈസ് ഫില്ലഡ് വിത്ത് എയർ. ഹസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങയുടെ, അതായത് തേങ്ങയുടെ ചകിരിയുണ്ട്, ആ ചകിരിക്കാണ് ഹസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ തേങ്ങയുടെ ചകിരിക്കകത്ത് എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്, അതായത് അതിൽ വായു ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം നമ്മളെ തേങ്ങ വെള്ളത്തിൽ കേട് വരാതിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മളെ കോക്കനട്ടിൻ്റെ അഡാപ്റ്റേഷൻസ് ആണ്. അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അനുകൂലനം. എന്താണ് നമ്മൾ ആ ഒരു സാധനത്തിൽ പ്രത്യേകമായിട്ട് കാണുന്നത്, അതാണ് അഡാപ്റ്റേഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മളെ പേപ്പസ്, അപ്പൂപ്പന്താടി. ഈ പേപ്പസിൻ്റെ ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ സീഡ്. വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് അപ്പൂപ്പന്താടീസ് മിൽക്ക് വീഡ് പേപ്പസ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്. എന്തുകൊണ്ടാണ് നമ്മളെ പേപ്പസ് അതായത് അപ്പൂപ്പന്താടി കാറ്റിലൂടെ പറന്നു പോകുന്നത്? നമുക്കറിയാം അല്ലേ, ലൈറ്റ് സീഡാണ്, അതിന് തീരെ കനം ഉണ്ടാവില്ല ആ വിത്തിന്. ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ്സ് ടു ഫ്ലൈ. നമ്മൾ മുടിയൊക്കെ പോലെ, എന്താണ് മുടീനെ പോലെയാണ് അല്ലേ ഇതിൻ്റെ അപ്പൂപ്പന്താടിൻ്റെ ഈ ഒരു സാധനം. അപ്പോൾ ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് പറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫ്ലൈ ചെയ്യാനിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ പേപ്പസിൻ്റെ അഡാപ്റ്റേഷൻസ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു ദാറ്റ് അനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഏതൊക്കെ ഫ്രൂട്ട്സൊക്കെയാണ് നമ്മളെ ബേർഡ്സും അനിമൽസൊക്കെ കഴിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് വൺ മാംഗോസ്, മാങ്ങ. ബനാനാസ്, പഴം. ഗ്രേപ്സ്, മുന്തിരി. ആപ്പിൾ, പപ്പായാസ്. പപ്പായാസ് എന്ന് പറഞ്ഞാൽ കറുമൂസ, കറുത്ത, അങ്ങനെ ഓരോ പ്ലേസിൽ ഓരോ നെയിമാണ്. അപ്പോൾ പപ്പായ എന്ന് പറഞ്ഞാൽ മിസ്സിൻ്റെ നാട്ടിലൊക്കെ കറുമൂസ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്റ്റിംഗ് ബേർഡ്സ്. അതായത് ഈ ഫ്രൂട്ട്സിനൊക്കെ എങ്ങനെയാണ് നമ്മളെ ബേർഡ്സ് ആകർഷിക്കുന്നത്, അതായത് അട്രാക്റ്റ് ചെയ്യണത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഒരു ഫുഡ് എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യുക? അതിൻ്റെ സ്മെല്ല്, അതുപോലെ അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ കളറ്, ഇതൊക്കെ കാണുമ്പോഴാണ് അല്ലേ നമുക്ക് ആ ഫുഡിനോട് ആകർഷണം, അട്രാക്ഷൻ തോന്നൽ. അതുപോലെ തന്നെയാണ് ബേർഡ്സിനും. ഫ്ലഷി പാർട്സ്, അതായത് ഫ്ലഷി പാർട്സ് പറഞ്ഞാൽ അതിൽ അവർക്കിപ്പോൾ മാംഗോ ആണെന്നുണ്ടെങ്കിൽ മാംഗോനെ കഴിക്കുന്ന ഭാഗം, അപ്പോൾ ആ കഴിക്കുന്ന ഭാഗത്തിന് സ്മെല്ല്, അതിൻ്റെ മണം, കളർഫുൾ, അതിൻ്റെ ഭംഗി, അതായത് ആ കളറിൻ്റെ ഭംഗി. സ്വീറ്റ് ടേസ്റ്റ്, അതിൻ്റെ മാധുര്യമില്ല, അതായത് മധുരമായിരിക്കുമല്ലേ ഫ്രൂട്ട്സൊക്കെ നോർമലി, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ബേർഡ്സിനെ ആ ഫ്രൂട്ട്സിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ.